Hello friends, how are you? Fine. Okay, so നമ്മൾ ഇന്നലെ കണ്ടത് എന്താണ്? Yes or no questions. ഇന്ന് നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഓർത്താണ്. കഴിഞ്ഞ നമ്മളൊരു 15 ക്ലാസ്സുകളിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരുന്നു. ഇപ്പം നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലേക്ക് വന്നിരിക്കുകയാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ എങ്ങനെയാണ് നെഗറ്റീവ്, എങ്ങനെയാണ് yes or no question, അത് എങ്ങനെയാണ് WH question. എല്ലാത്തിനും ഡു വേണം. ഡു ഇല്ലാതെ നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഹിയർ വി ഗോ. ഫസ്റ്റ് വൺ ഹിയർ ഇത്. സോ നമ്മൾ ഇതുണ്ടോ, നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. വാട്ട്, ദെൻ വാട്ട്, വേർ, വിച്ച്, വെൻ, ഹൗ, ഹൂ, ഹൂസ്, ഹൂം, വൈ, അല്ലേ, ഇങ്ങനത്തെ ഇതാണ് പ്രധാനപ്പെട്ടത്. പിന്നെ കുറച്ച് വേറെ ഉണ്ട്. ഹൗ ഫാർ, ഹൗ ഓഫൺ, ഇതൊക്കെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എടുത്തപ്പോൾ നമ്മൾ വിശദമായിട്ട് ഞാൻ ആ ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട്. ഇതിപ്പം തൽക്കാലം ഒരു റെഫറൻസിന് വേണ്ടി മാത്രം തന്നിരിക്കുന്ന ഒരു ലിസ്റ്റാണ് കേട്ടോ. ഓക്കെ, സോ എന്താണേലും ഒരു WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു പുതിയ ഇൻഫർമേഷൻ കിട്ടണം അല്ലേ. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ടോ മീൻസ് മാംഗോ. ഇപ്പം നമ്മൾ പറയുകയാണെ മാംഗോ ഉത്തരം കിട്ടത്തക്ക രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറയും. മാംഗോ അല്ലെങ്കിൽ ആപ്പിൾ, അല്ലെങ്കിൽ ഡിസ്കോ റൈസ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലൈക്ക് അത് എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ട സെൻറ്റൻസ് ആദ്യമേ എന്ത് പ്രോസസ്സാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ എല്ലാ പ്രോസസ്സും കൂടെ നിങ്ങൾ കടന്നു പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ല. ആദ്യത്തെ ടോം ഈറ്റ്സ് മാംഗോ. അപ്പോൾ ആദ്യം ഡു ഇൻസേർട്ട് ചെയ്യാണ്. ടോം ഡസ് ഈറ്റ് മാംഗോ. ഈറ്റ്സ് ആയതുകൊണ്ട് ഡുവിൻ്റെ ഈറ്റ്സിൻ്റെ എസ് എടുത്ത് ഡുവിൽ ചേർക്കുമ്പം ഡസ് ആകും. അതൊക്കെ ആദ്യത്തെ ക്ലാസ്സിൽ നോക്കിക്കണം കേട്ടോ. ഒന്നുകൂടെ ഞാൻ നല്ലപോലെ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടെ റെഫർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ആദ്യതാണ് ടോം ഡസ് ഈറ്റ് മാംഗോ അല്ലേ. ഇനിയിപ്പോൾ സിമ്പിളാണ്, കാരണം അതിനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാം. എന്താ? ഡസ് ടോം ഈറ്റ് മാംഗോ ക്വസ്റ്റ്യൻ മാർക്ക്. ഡസ് ടോം ഈറ്റ് മാംഗോ. ഇനി അടുത്തതെന്നാ, മാംഗോയ്ക്ക് പകരം നമ്മൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? മാംഗോ. അപ്പം വേണ്ട, അതായത് ചേരുന്ന ക്വസ്റ്റ്യൻ വേർഡ് എടുക്കണം. ഇവിടെ ഇപ്പോൾ 9 എണ്ണം ഉണ്ട്. ചേരുന്ന ഏതാ? വാട്ട് അല്ലേ, വാട്ടല്ലേ. അപ്പം വാട്ട്, മാംഗോയ്ക്ക് പകരം വാട്ട് എഴുതി. അത് ക്വസ്റ്റ്യൻ വേർഡ് എപ്പോഴും ആദ്യം കൊണ്ടുവരണം. അതുകൊണ്ട് വാട്ട് ഡസ് ടോം ഈറ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇത്ര അത് എങ്ങനെയാണ് നമ്മൾ അറൈവ് ചെയ്ത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റെപ്സൊക്കെ എഴുതിയിരിക്കുന്നത്. കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് വളരെ സിമ്പിളാണ്. അടുത്ത സെൻറ്റൻസ് എന്താണ്? ഷീ ലീവ്സ് ഇൻ അമേരിക്ക. അപ്പോൾ ആദ്യം നമ്മൾ ഡു ഇൻസേർട്ട് ചെയ്യാണ്. ഷീ ഡസ് ലീവ് ഇൻ അമേരിക്ക. ഡു ഡസ് ആകുന്ന എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ഷീ ഡസ് ലീവ് ഇൻ അമേരിക്ക. അതിന് യെസ് ഓർ നോ ആകുക. ഡസ് ഷീ ലീവ് ഇൻ അമേരിക്ക. ഡസ് ഷീ ലിവ്, ലീവ്സ് അല്ല, ഡസ് ഷീ ലിവ് ഇൻ അമേരിക്ക. അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ വേർഡ് ഏതാ? എവിടെ എന്നുള്ളത്. അതിൻ്റെ എവിടെ എന്ന് അർത്ഥമുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഏതാ? വേർ ഡസ് ഷീ ലിവ്. വേർ ഡസ് ഷീ ലിവ്, ലിവ്സ് അല്ല, മനസ്സിലാവുന്നുണ്ടല്ലോ. വേർ ഡസ് ഷീ ലിവ്, ലിവ്സ് അല്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി മൂന്നാമത് ക്വസ്റ്റ്യൻ നോക്കി. ദ ലീഡേഴ്സ് അറൈവ് അറ്റ് 9 AM. അപ്പോൾ നമ്മൾ എന്താ ആദ്യം ചെയ്യുന്നത്? ഡു ഇൻസേർട്ട് ചെയ്യുന്നു. ദ ലീഡേഴ്സ് ഡു അറൈവ് അറ്റ് 9 AM. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുക. ഡു ദ ലീഡേഴ്സ് അറൈവ്. ഡു കാരണം തേർഡ് പേഴ്സൺ പ്ലൂറലാണ് സബ്ജക്ട്സ്. അപ്പം ഡു ദ ലീഡേഴ്സ് അറൈവ് അറ്റ് 9 AM. ഇനി ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് നമുക്ക് വേണ്ടത്? സമയം. അപ്പോൾ അത് വെൻ. സോ വെൻ ഡു ദ ലീഡേഴ്സ് അറൈവ്. ആൻസർ ഈസ് ദ ലീഡേഴ്സ് അറൈവ് അറ്റ് 9 AM. മനസ്സിലായി? ഇതിലെ തൊട്ടടുത്തോടെ ഒരു വണ്ടി പോയതാണ്, ഒച്ച കേട്ടോ. സാരമില്ല, നമ്മളതങ്ങ് മറന്നേക്കാം. ആ വണ്ടി അതിൽ പോയില്ലെന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങളെയൊക്കെ ഡിസ്റ്റർബ്ഡ് ആയില്ലല്ലോ. അപ്പോൾ ശരി, അതാണ് ഇത്രയേ ഉള്ളൂ. മനസ്സിലായി? നാളെ എക്സസൈസാണ്. നാളെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് ഇട്ട് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഒരു സെൻറ്റൻസ് തന്നിട്ട്
ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റിൽ ഡു അല്ലെങ്കിൽ ഡസ് ചേർക്കാതെ ഒരു രക്ഷയില്ല. യഥാർത്ഥത്തിൽ ഡു ആണ് ചേർക്കുന്നത്, അത് ഡസ് ആകുന്ന രീതി ഞാൻ പറഞ്ഞു. തേർഡ് പേഴ്സൺ സിംഗിളിന് എസ് ഡൂവിൻ്റെ കൂടെ ഡൂവിനോട് ചേർത്ത് എഴുതുമ്പം ഡു എന്നുള്ളത് ഡസ് ആവും. സ്പെല്ലിംഗ് ആണ് DOES എന്നുള്ളത്, DOS എന്നല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന മാംഗോയുടെ പ്ലൂറൽ എന്നതാ മാംഗോസ്, MANGOES എന്നാണ്. അപ്പം ഇംഗ്ലീഷിലുള്ള മിക്ക വാക്കുകളും ഓയിൽ അവസാനിക്കുമ്പം അതിൻ്റെ കൂടെ ഒരു എസ് വരുവാണെങ്കിൽ കൂടെ ചേർക്കണം അതിൻ്റെ മധ്യത്തിൽ നല്ല നടുഭാഗത്ത്. ഓയ്ക്ക് ഇപ്പോൾ ഓ കഴിഞ്ഞ ഉടനെ അത് കഴിഞ്ഞിട്ട് എസ് മാംഗോസ്. അതുപോലെയാണ് ഇത് DO ആണ്, അതുകൊണ്ട് ചേർത്തിട്ട് ഡസ് ആക്കുക. മനസ്സിലായോ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഇതെല്ലാം നല്ല വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ നോക്കുക, അല്ലെങ്കിൽ ഇനിയും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്. ഓക്കെ, സോ ഫൈൻ, താങ്ക് യു, ബൈ.